ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഡേ ഫുള്ളും എടുക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ രാത്രി വേറെ അങ്ങനെ എടുക്കാത്ത ഒരാളാണ്. ഇപ്പോൾ അതേ ഞാൻ ഇപ്പോൾ സമയം 11:10 ആയിട്ടുണ്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പുതിയ ജ്വല്ലറി ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓർഡറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരിക്കുകയാണ്. ഞാൻ പാക്ക് ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം, കണ്ടോ. അപ്പോൾ ഗൈസ്, ഇന്നപ്പോൾ ഓർഡറുകൾ ഇങ്ങനെ വന്നപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ അത് പാക്ക് ചെയ്യണതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ഓർഡർ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ പാക്കിങ് ഏരിയ കേട്ടോ, കണ്ട ഗൈസ്. ഈ ചെയിൻസൊക്കെ ശരിക്കും നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് 1, 2 ഈ 4 എണ്ണം ഒരാൾക്കുള്ളതാണ്. പിന്നെ ഈ ഒരു സ്റ്റാർ വേറെ ഒരാൾക്കുള്ളതാണ്. പിന്നെ ഈ ബട്ടർഫ്ലൈയുടെ ഒരാൾക്കുള്ളതാണ്. പിന്നെ ഈ സ്റ്റാറിന് വേറൊരു കഥ പറയുന്നുണ്ട്. ഇതൊരു കപ്പിൾ ഒരാൾക്ക് ആളുടെ ഗേൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗൈസ്. പക്ഷെ ആരാന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇതാണ് സ്റ്റാറിൻ്റെ ഗൈസ്. അച്ഛനാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അച്ഛനല്ല, അച്ഛൻ്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് അവനെ കുത്തിരി പിടിക്കാൻ കൊടുത്തേ. അച്ഛനല്ല കേട്ടോ, വേറെ ഒരാൾക്കാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ പാക്ക് ചെയ്യുന്ന സ്ഥലവും ഒക്കെ നമ്മളൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിംഗ് ഏരിയ. ഇത് നമ്മുടെ നമ്മളിങ്ങനെ ബ്ലാക്ക് തുണി ഇങ്ങനെ വിരിച്ചിട്ടാണ് ഇത് വേണം ചെയ്യുക. ഇത് കുറച്ച് പേപ്പറാണ് ഗൈസ്, നമുക്ക് ആ പെട്ടിയിലിടാനായിട്ടുള്ള പേപ്പേഴ്സ്, എന്താ പറയുക, പെൻഡൻറ്റുകൾ കളക്ഷൻസ് ആണ് ഗൈസ് ഇതൊക്കെ. ഇതെല്ലാം ഇനിയും ഉണ്ട് കേട്ടോ. പിന്നെ ഈ സ്റ്റിക്കേഴ്സ്, പിന്നെ നമ്മുടെ ഈ ഓർഡർ വന്നിട്ടുള്ള മാലകൾ, പെൻഡൻ്റ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കാർഡിൽ നമ്മുടെ സീൽ ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ അങ്ങനെ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ സീൽ അടിച്ച് വെച്ചിട്ടുണ്ട്, 4-5 എണ്ണത്തിൻ്റെ സീൽ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കും ഗൈസ്. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ ഫ്ലവർ ക്ലിപ്പ് നമ്മളിങ്ങനെ ഗിഫ്റ്റായിട്ട് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുക്കും. പിന്നെ ഗൈസ്, ഇത് നമ്മുടെ കളക്ഷനാണ്, പക്ഷെ നമ്മളിതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. അത് നമ്മളിനി ഇടും. നമ്മൾ കുറച്ച് 5 പെൻഡൻറ്റ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇടുക. അപ്പോൾ അങ്ങനെ ഇടണം. പിന്നെ ഈ സ്പ്രേ കണ്ടു ഗൈസ്, ഇത് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് അവർ പെട്ടി ഇങ്ങനെ ഈ ബോക്സ് ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ മണം വരണം. സ്റ്റുഡിയോക്കാരൻ വരുന്നു. നമ്മൾ അടുക്കളയത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം. അമ്മച്ചി വെറൈറ്റി അച്ചാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ അച്ചാർ നാരങ്ങ അച്ചാറാണ്. നാരങ്ങ അച്ചാർ കഴിഞ്ഞിട്ട് കയ്പക്കായ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ 2 സ്പെഷ്യൽ അച്ചാറുണ്ട് ഗൈസ്. രണ്ട് സ്പെഷ്യൽ അച്ചാറുണ്ട്. 2 സ്പെഷ്യൽ അച്ചാർ. ഒന്ന് ബീഫ് അച്ചാറാണ് ഗൈസ്. ഇതുവരെ അമ്മച്ചി ബീഫ് അച്ചാർ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ നിഗമനം. അപ്പോൾ ബീഫ് അച്ചാർ. പിന്നെ ഈ അച്ചാർ അമ്മച്ചി ഇതുവരെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കൊഞ്ചച്ചാർ. നാരങ്ങ ഞാനാ തിന്നാം. ഓക്കെ, തിന്നാം. നിനക്കൊരു മിനിറ്റ്. ചെറിയ കഷ്ണ, ഇതുപോലത്തെ കഷ്ണം എടുക്ക്. ചെറിയ കഷ്ണം എടുക്കണം. ശരി, നിക്ക് കാണാനില്ല. അമ്മ ഇരുന്ന് ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെറിയുടെ എന്റെ കൈത്തിരി അടക്കുന്നുണ്ടോ. പക്ഷെ ഇത് ഒരു പീസും കൂടെ ഉള്ള. പിന്നെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് ഇത് എങ്ങനെ ഓർഡർ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചാലും മതി, അല്ലെങ്കിൽ നമ്മുടെ ടാലി എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ നമ്മൾ മെസ്സേജിന് റിപ്ലൈ എന്തായാലും തരാണ്ടിരിക്കില്ല കേട്ടോ. 2 നമ്പറുണ്ട് വാട്സപ്പ് നമ്പർ, 2 വെച്ചു. പിന്നെ 2 നമ്പറുണ്ട് വാട്സപ്പ് നമ്പർ. അപ്പോൾ 2ലേക്കും അയച്ചോ. 2ലേക്ക് അയച്ചോ. എന്നെ യൂട്യൂബിൽ കാണുമ്പോൾ ഭയങ്കര ജാടയാണെന്നാണ് പറയുന്നത്. അതാ കാണുമ്പോൾ യൂട്യൂബിൽ കാണുമ്പോൾ. പക്ഷേ നേരിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല ഗൈസ്. അത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എൻ്റെ സംസാരം കേട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ശരിക്കും പറഞ്ഞൊരു പാവാണ്.
എനിക്കിങ്ങനെ ആൾക്കാരോടൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വരുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നെ യൂട്യൂബിൽ കാണാൻ ഭയങ്കര ഈ ചാടിയാണോ മമ്മി? കോട്ടത്തിയാ ചാടി ഇടാനൊന്നും എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ അപ്പം നിങ്ങൾ തോന്നാണ് നിങ്ങൾ അടുത്തൊന്ന് സംസാരിക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, ഞാൻ കമ്പനിയാവും. ഞാൻ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഇരുന്ന് പറയാം. സത്യമായിട്ട് അങ്ങനത്തെ ഒരാളാണ് ഞാൻ. കമ്പനി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഇരുന്ന് എല്ലാ വിശേഷങ്ങളും ഇരുന്ന് പറയും. ആ ഒരു ടൈപ്പാണ് ശരിക്കും ഞാൻ. അതിപ്പോൾ ആരായാലും ഞാനിങ്ങനെ പറയും. ഞാനിനി പുറത്ത് പോട്ടെ. അമ്മച്ചി അച്ചാറുണ്ടാക്കണ്ടേ? ആമിക്കുട്ടി പിന്നെ കുക്കു ഇവിടെ റൂമിൽ ഇരിക്കുന്നുണ്ട്. കുക്കു ബേബി. കുഞ്ഞച്ചൻ കിടന്നുറങ്ങാണ് ജോലിക്ക് പോയി വന്നിട്ട്. അപ്പൊ അതിന്റെ അപ്പുറത്ത് ഫോൺ വെച്ചിട്ട് അതെ നമ്മുടെ താരം ഇവിടെ ഉണ്ടായിരുന്നോ? എന്ത് പണിയായിരുന്നു? കുട്ടി TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തലൊടിഞ്ഞു പോലോടിയേ ഗൈസ്. ഇത് വെച്ച് കൊടുത്താ പിന്നെ കുട്ടികളൊന്നും മിണ്ടാണ്ടിരിക്കും, കുറച്ച് സമാധാനം കിട്ടും. അങ്ങനെയാണ്. ഈ കണ്ട പല്ല് വന്നു ഗൈസ് എന്റെ കുഞ്ഞിന്. അവിടെ അമ്മച്ചി മറ്റേ കൊഞ്ച് വറക്കുന്നു. ഇവിടെ കൊഞ്ച് വറുത്ത അപ്പുറത്തെ സൈഡിലിട്ടുണ്ട്. മണി പറഞ്ഞാൽ ഞാൻ തിന്ന് കാണിച്ചു തരാം. കണ്ടോ? അത് കൊതിക്കോ? വളരെ ഇഷ്ടം. ഇനി ബീഫ് വറക്കുമ്പോൾ നമുക്ക് പോയി തോണ്ടാം. ചെമ്മീൻ അച്ചാറുണ്ടാക്കി. വാവ് നൈസ്. എന്തിൻ്റെത്? എന്തോ പൊടി ഇട്ടു ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഇളക്കത് ഇത് പറയൂല. ഇളക്ക്. ആ പൊടി എന്താന്ന് പറയില്ലേ? നന്നായിട്ട് ഇളക്കത്. സീക്രട്ട് മതി സീക്രട്ട്. നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ ഇതിൻ്റെ. ഗൈസ് അമ്മച്ചി ഇവിടെ ബീഫ് അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതാണ് ഗൈസ് ബീഫ് അച്ചാർ. ബീഫ് അച്ചാർ, നാരങ്ങ അച്ചാർ ആൻഡ് കൊഞ്ചച്ചാർ. ബീഫ് അച്ചാർ ഈസ് ഫിനിഷ്. ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ, വിശക്കുണ്ട്. അപ്പോൾ ഗൈസ് സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞു. 2 മണിയായി തോന്നുന്നു. അപ്പം ഞാൻ ഫുഡ് വിശക്കുന്നു. അമ്മച്ചിയുടെ എല്ലാ അച്ചാറും ട്രൈ ചെയ്ത് നോക്കണം. ഫുഡ് കഴിക്കട്ടെ. ഇവിടെ കറിയാണെങ്കിൽ മുതരിയും. എങ്ങോട്ടാ ചോറ് കൊണ്ടുപോണേ? ഒരു അച്ചാറും കൂടി ഉണ്ട് ഇനി, കൈപ്പക്കായ അച്ചാർ. കൈപ്പക്കായ അച്ചാർ അത്ര വേണ്ട, താല്പര്യമില്ല. നമ്മുടെ പ്ലേറ്റ് ആണിത്. കഴുകട്ടെ. ഗൈസ് അപ്പം ചോറും മുതിരയാണ് കറി. സോ നമുക്ക് എന്ത് ചെയ്യാം? ചമ്മന്തി അല്ല, അച്ചാറുകൾ നമുക്ക് എടുത്തിടാം. ഫസ്റ്റ് ബീഫ് അച്ചാറാണ് ഗൈസ്. കൊഞ്ചച്ചാറിടാം. അച്ചാറൊന്നും ചാവും ഞാൻ. ഇനി നാരങ്ങ അച്ചാർ അത്ര താല്പര്യമില്ല, എന്നാലും നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ. ഗൈസ് കഴിക്കട്ടെ. എല്ലാ അച്ചാറുകളും ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ഏറ്റവും ആദ്യം നമുക്ക് ചെമ്മീൻ അച്ചാറ് ബോട്ടിലുകളിലേക്ക് ആക്കാം. എന്താ വെച്ചാൽ ഏറ്റവും കുറവ് അതാണ്. 1 കിലോ ചെമ്മീൻ കൊണ്ടാണ് നമ്മൾ ചെയ്തത്. അതിപ്പോ ഉണ്ടാക്കി വറുത്തൊക്കെ കഴിഞ്ഞപ്പോ ഇത്രയ്ക്ക് ആയിട്ടാ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആക്കാം. ആക്കിക്കോ. വക്കമ്മീനാക്കണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ട് അച്ചാറുകൾ തിന്നിട്ട്? ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറുകൾ ഞാൻ അധികം കഴിക്കാറില്ല. ഇവരിങ്ങനെ പറയുമ്പോഴാണ്
ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് അറിയണം. കഴിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നുടാ? സൂപ്പറായില്ല? കിട്ടണില്ലേ? പീസാവൂലേ നോക്കട്ടെ. അവൾക്കുള്ള പീസുകളൊക്കെ നീക്കി വെച്ചു. ബീഫ് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് മോള് വാണ്ട് ഫ്രണ്ട്സ് എന്താണ് അഭിപ്രായം ചിരച്ചറിനെ പറ്റി? ഭയങ്കര ഇഷ്ടമാണ്. ഇതിലേക്ക് ഈ തറ്റത്തേക്ക് നോക്കാണ്ട് വെക്കട്ടാ. അപ്പൊ ഇത് കയ്പയ്ക്കാണ് കേട്ടാ, ഒരു കയ്പൂല്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്ന കയ്പല്ലേ ഇതൊക്കെ ആര് കഴിക്കുന്നു, പക്ഷെ ഒരു കയ്പില്ലാത്ത കയ്പയ്ക്കച്ചാറ്. കയ്പയ്ക്ക നമ്മൾ വറുത്തിട്ടാണ് നമ്മൾ അച്ചാറിടുന്നത്. നല്ല മൊരുന്നിനെ വറുക്കും എന്നിട്ടാണ് അച്ചാറിടുന്നത്. അപ്പൊ ഇതൊക്കെ കഴിച്ച് നോക്കിയാൽ അറിയാം. ചോറിന്റെ കൂടെ സൈഡായിട്ട് കഴിക്കാം. ചാളയുണ്ട് നമ്മൾ അച്ചാറുണ്ടാക്കില്ലേ, മത്തി. അതെങ്ങനെയുണ്ട്? മത്തി ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അതെ, കഴിഞ്ഞ ആഴ്ച അമ്മച്ചി ചാള അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. ചാള അച്ചാർ എങ്ങനെയുണ്ട് മാളു? ചാള അച്ചാറ് നന്നായിട്ടുണ്ട്. അമ്മച്ചിയുടെ ഇപ്പൊ മെയിൻ പണി എന്ത് അച്ചാറിൽ ഗവേഷണമാണ് അമ്മച്ചി. അതെ, എന്തൊക്കെ അച്ചാറുകൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം അമ്മച്ചി. ഗൈസ്, നമ്മളെല്ലാരും കൂടെ കുളിച്ച് സുന്ദരന്മാരായിട്ട് പോവാണ്. സുന്ദരൻ ഒരാളുള്ളൂ. നമ്മുടെ വീടിന്റെ അടുത്തൊരു പാടുണ്ട് ഗൈസ്, ചീരക്കാവ് ടെമ്പിൾ. ആ ഒരു പാടുണ്ട്, പിന്നെ ഒരു അമ്പലം ഉണ്ട്. അപ്പൊ നമ്മൾ അവിടേക്ക് പോവാണ്. നോക്കണോക്കി എനിക്ക്. ഗൈസ്, നമ്മൾ പോവാണ് ഗൈസ്. കുട്ടിയുടെ മൊഴി കണ്ടിട്ട് ഹായ് പറയൂ ഗൈസ്. ഇവിടെ അടുത്താണ് പാടം. ഡ്രൈവർ മാമി ഓടിക്കുന്ന വണ്ടി. പലപ്പോഴും ഹായ് പറഞ്ഞേ കുക്കു. ഹായ് പറഞ്ഞേ. ഹായ്. കുട്ടിക്ക് ബാറ്ററി ഒക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് പാടുന്നു. ആ പിന്നെ മുങ്ങില്ലേ. നല്ല പാടത്. അവിടെ ഒരു അമ്പലം കണ്ട. നമ്മ ഇവിടെ ഒരു സൈഡാക്കിയാ മതി കാറ്. ആ ഭാഗത്ത് സൈഡാക്കിയാ മതി. ആ വഴിയിൽ എവിടെയാ പാലത്തിന്റെ സൈഡിൽ പാലത്തിന്റെ അവിടെ സ്പീഡിൽ. ഇതാണ്. ഓ മൈ ഗോഡ്, ഇവിടെ ഈ വളവ് നല്ല സ്ഥലമുണ്ട്. അയ്യോ, നോക്കിയേ ചെറുതായിട്ട് വെള്ളം പോണേ. ഒരു അച്ചാറിന്റെ ഭാരത. അയ്യോ, ഇതിന് വീലാക്കൂ. നമുക്ക് ഗൈസ് കുഞ്ഞാമി, I love you. Oh, wow, I love you so much. അമ്പലം കാണാനില്ല പക്ഷെ പൂ നോക്കൂ. ഗൈസ്, നമ്മൾ തിരിച്ചു പോകുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു നമ്മൾ. ഗൈസ്, അപ്പൊ നമ്മള് പാടൊക്കെ കണ്ട് കുറച്ചേരം ഇവിടെ നിന്നു. നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ പാടാണ് കേട്ടാ.
അപ്പോൾ നമ്മൾ തിരിച്ചു പോകുകയാണ് ഇനി. കുഴപ്പമില്ല, ഞാൻ എന്നെ എടുക്കണല്ലോ. അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ്, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി നമ്മൾ 8 മണിയാകുമ്പോൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിച്ചു. സോ നമ്മുടെ ചന്ദ്രൻ വന്നിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ ചന്ദ്രൻ വന്നു. ഗായ്സ്, നമ്മൾ നടന്ന് ഇപ്പോൾ എവിടെ എത്തും? അവിടെ ആരൊക്കെ ഇരിക്കണം? നമുക്ക് ഇവിടെ വരുന്നതാണ് ആദ്യമല്ലേ.